ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. ഇപ്പൊ നമ്മൾ നമ്മുടെ ഗോസ് തിയറത്തിന്റെ നാലാമത്തെ ആപ്ലിക്കേഷനിലേക്ക് കടക്കുകയാണ്. ഗോസ് തിയറത്തിന്റെ നാലാമത്തെ അവസാനത്തെ ആപ്ലിക്കേഷനും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ ടോപ്പിക്കിലേക്കുമാണ് നമ്മൾ പോവുക. സോ നമ്മൾ സ്ലൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്പെറിക്കൽ ഷെൽ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുക. ഒരിക്കൽ കൂടി നോക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്പെറിക്കൽ ഷെൽ. നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ ആ സ്പെറിക്കൽ ഷെല്ല് നിങ്ങൾക്ക് കാണാം. ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലാണ്. ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഫസ്റ്റ് വൺ, ഈ റെഡ് ലൈനിൽ കാണുന്ന സ്പെറിക്കൽ ഷെല്ലാണ് നമ്മൾ മീൻ ചെയ്തിരിക്കുന്നത്. അത് ചാർജ്ഡ് ഷെല്ലാണ്. ഫിഗറിൽ നോക്കിയാൽ അറിയാം. സിഗ്മ എമൗണ്ട് ഓഫ് ചാർജ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ അറിയാം, നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി നമ്മൾ സിഗ്മ വെച്ചിട്ടായിരുന്നു നമ്മൾ ഡിനോട്ട് ചെയ്തിരുന്നത്. ആ സെയിം സിഗ്മ എമൗണ്ട് ഓഫ് ചാർജ് ഡെൻസിറ്റി ആണ് ഇവിടെ വരുന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഈ റെഡ് ലൈനിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ ഷെൽ എന്ന് പറയുന്നത്. റെഡ് ലൈനിലെ ഷെല്ലാണെങ്കിൽ നമുക്ക് 3 സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ഒന്ന്, ഈ ഷെല്ലിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. 2, ഈ ഷെല്ലിന്റെ സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. 3, ഈ ഷെല്ലിന്റെ വെളിയിൽ ഒരു r ഡിസ്റ്റൻസ് മാറിയുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. ക്ലിയർ ആണല്ലോ? സോ ഇത് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമുക്കറിയാം നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഗോസസ് തിയറമാണ്. ഗോസ് തിയറത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. എന്തുമാത്രം ചാർജ്ഡ് ആയിട്ടുള്ള ഒരു ബോഡി ആണെങ്കിലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് കമ്പ്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു എളുപ്പവഴി, ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ. ക്ലിയർ ആണല്ലോ? സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എവിടെയൊക്കെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. അറ്റ് ഇന്റേണൽ പോയിന്റ് കണ്ടുപിടിക്കാം, അറ്റ് സർഫസ് കണ്ടുപിടിക്കാം, അറ്റ് എക്സ്റ്റേണൽ പോയിന്റ് കണ്ടുപിടിക്കാം. ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഈ റെഡ് ലൈനിൽ കാണുന്ന സാധനമാണ് നമ്മുടെ യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്പെറിക്കൽ ഷെൽ എന്ന് പറയുന്നത്. അവിടെ എല്ലാം ചാർജ്ഡ് ബോഡിയാണ്. ഇത് ചാർജ് ചെയ്തിട്ടുണ്ട്, ഷെല്ലാണ്. അതുകൊണ്ട് തന്നെ ഇന്റേണൽ ക്യാവിറ്റി, ഇവിടെ നമുക്ക് ക്യാവിറ്റി ആണുള്ളത്. സോ സിഗ്മ എമൗണ്ട് ചാർജ് ഡെൻസിറ്റിയിൽ ഇതിനെ നമ്മൾ ചാർജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. 3 സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡ് കമ്പ്യൂട്ട് ചെയ്യണം. ഇൻസൈഡിലെ കമ്പ്യൂട്ട് ചെയ്യണം, ഈ റെഡ് ലൈനിലുള്ളത്. അതുപോലെ തന്നെ സർഫസിലെ കമ്പ്യൂട്ട് ചെയ്യണം. ഇതിലെ ഇൻസൈഡിലെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം ഈ ബ്ലാക്ക് കളറിൽ ഞാൻ കാണിച്ചിരിക്കുന്ന പോയിന്റിൽ എവിടെയെങ്കിലും. അതുപോലെ തന്നെ സർഫസിലെ കമ്പ്യൂട്ട് ചെയ്യണം, റെഡ് ലൈനിൽ കാണിച്ചിട്ടുള്ളത്. അതാണ് നമ്മുടെ ഷെൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന്റെ എക്സ്റ്റേണൽ പോയിന്റിലെ ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ഒന്നാമത്തെ നമുക്ക് വളരെ ഈസിയാണ് ഇന്റേണൽ പോയിന്റ്. ഇന്റേണൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എവിടെയാ? നമ്മുടെ ക്യാവിറ്റിക്ക് ഉള്ളിലല്ലേ ഇരിക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് 3ാമത്തെ ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു തന്നെ, നിങ്ങളൊരു കണ്ടക്ടർ നിങ്ങൾ കംപ്ലീറ്റ്ലി ചാർജ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് അകത്ത് നിങ്ങൾക്ക് ചാർജ് വരുമോ? ചാർജിന്റെ കോൺട്രിബ്യൂഷനുള്ളിൽ വരുമോ? ഇല്ല. ചാർജിന്റെ കോൺട്രിബ്യൂഷനുള്ളിൽ വരത്തില്ലെങ്കിൽ അതിനകത്ത് ഇലക്ട്രിക് ഫ്ലക്സ് വരുമോ? ഇല്ല. ഇലക്ട്രിക് ഫ്ലക്സ് വരത്തില്ലെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഗോസ് തിയറം തന്നെ നമ്മൾ തൊട്ട് മുമ്പ് തന്നെ ഡിമാൻഡ് ചെയ്തായിരുന്നു. അങ്ങനെയാണെങ്കിൽ ക്യാവിറ്റിക്ക് അകത്തോ ക്യാവിറ്റി വോൾസിന്റെ അവിടെയോ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് ഇന്റേണൽ പോയിന്റിൽ നമുക്ക് നേരിട്ട് കാൽക്കുലേഷൻ ഒന്നും ചെയ്യാതെ തന്നെ പറയാം ദാറ്റ് ഈസ് E ഈക്വൽ ടു 0. ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാം. ഓക്കെ, രണ്ടാമത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സർഫസിലുള്ളത് കമ്പ്യൂട്ട് ചെയ്യണം. സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോയാൽ സർഫസിലുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. സർഫസിലുള്ള കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കിയേ, നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ആ ഒരു ടോപ്പിക്ക് നമുക്കൊന്ന് കടന്നു പോകാം. നോക്കിയേ, ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സിനെ ഡിഫൈൻ ചെയ്ത് തന്നെ ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എ അല്ലെങ്കിൽ ഇ ഡോട്ട് ഡി എസ്, സർഫസ് എന്നുള്ള മീനിങ്ങിലാണ് എസ് എന്ന് കൊടുത്തിരിക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 ആണെന്ന് ഗോസ് തിയറം അനുസരിച്ച് നമുക്കറിയാം. നോക്കിയേ, ഫൈ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഒന്നും മനസ്സിലാകാനില്ല, നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ. ക്ലിയർ ആണല്ലോ? സോ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ്. ഡി എസിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണമെന്നാ പറഞ്ഞത്, ഏരിയ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇവിടെ നമ്മൾ നോക്കിയേ, നമ്മുടെ ഇവിടുത്തെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ സാധനം തന്നെ ഒരു സ്പെറിക്കൽ ഷെല്ലാണ് കൊടുത്തിരിക്കുന്നത്, സ്പിയർ. സ്പിയറിന്റെ ഏരിയ എത്ര വരും? ഇ ഇൻറ്റു 4πr². ക്യാപിറ്റൽ ആർ ആണ് അതിന്റെ റേഡിയസ്. റേഡിയസ് ക്യാപിറ്റൽ ആർ. നിങ്ങൾക്ക് ഇവിടെ ഫിഗർ നോക്കിയാൽ അറിയാം. റേഡിയസ് ക്യാപിറ്റൽ ആർ ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇ ഇൻറ്റു ഇവിടെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇത് നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഗോസ് തിയറം ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ഗോസ് തിയറം നമ്മൾ പറഞ്ഞായിരുന്നു ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0 ആണെന്ന് പറഞ്ഞായിരുന്നു. അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. സോ ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇ ഇൻറ്റു ഇന്റഗ്രൽ ഡി എസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇന്റഗ്രൽ ഡി എസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. ടോട്ടൽ സർഫസ് ഏരിയ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നോക്കിയേ, ഇ ഇൻറ്റു 4πr² ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. നിങ്ങൾക്ക് ഈ 4πr² ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ E ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ 4πε0 r² എന്ന് കിട്ടും. ശരിയാണല്ലോ? നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കമ്പ്യൂട്ട് ചെയ്ത് എവിടുത്തെ ഇലക്ട്രിക് ഫീൽഡാ? നമ്മുടെ ഈ സ്പെറിക്കൽ കണ്ടക്ടറിന്റെ
സർഫസിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മൾ സാധാരണ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന അല്ല കൂളോംസ് ലോയ്ക്കകത്ത് നമ്മൾ നേരിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന 1/4πε0 Q/r² എന്നുള്ള അതേ ഇക്വേഷൻ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ഒരു ഇതിലോട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഒരു ഫോർമാറ്റ് വേണമെന്ന് മാറ്റാം. സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ Q/A. Q/S ആണെന്ന് നമുക്കറിയാം, ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതാണ്. സോ അങ്ങനെയാണ് Q നമുക്ക് എന്നാന്ന് കൊടുക്കാം, സിഗ്മ ഇൻറ്റു എസ് എന്ന് കൊടുക്കാം. എസ് എന്ന് പറഞ്ഞാൽ സർഫസ് ഏരിയ ആണ്. സോ അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. Q സിഗ്മ ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ 4πr². കണ്ടോ, Q സിഗ്മ ഇൻറ്റു 4πr² എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് അവിടെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ മുമ്പിലത്തെ ഇക്വേഷനിലോട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം, E Qന് പകരം സിഗ്മ ഇൻറ്റു 4πr² കൊടുത്തു. ഇവിടെ Qന് പകരം സിഗ്മ ഇൻറ്റു 4πr² കൊടുത്തു, ഡിവൈഡ് ബൈ 4πε0 r². 4π ക്യാൻസൽ ആയി, r² ക്യാൻസൽ ആയി. പിന്നെ മിച്ചമുള്ളത് ന്യൂമറേറ്ററിൽ ഒരു സിഗ്മ ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു ε0 ഉണ്ട്. ഒന്നുമില്ല, ഈ Qന് പകരം E ഇൻറ്റു 4πr², സോറി, ഈ Qന് പകരം സിഗ്മ ഇൻറ്റു 4πr² ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4πr² ക്യാൻസൽ ആയി പോവും. പിന്നെ ന്യൂമറേറ്ററിലുള്ള ഒരു സിഗ്മ ആണ്, ഡിനോമിനേറ്ററിലുള്ള ഒരു ε0 ആണ്. സോ നിങ്ങൾക്ക് E σ/ε0 എന്ന് അതിന്റെ ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ. സോ നമ്മൾ പറഞ്ഞു നമുക്ക് ആ ഷെല്ലിന്റെ 3 റീജിയണിലെ ഇലക്ട്രിക് ഫീൽഡ് കമ്പ്യൂട്ട് ചെയ്യണം. ഒന്ന് ഇന്റേണൽ പോയിന്റ് ആയിരുന്നു. ഇന്റേണൽ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അതുപോലെ രണ്ടാമത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതിന്റെ സർഫസിലെ ആയിരുന്നു. സർഫസിലെ നമുക്കറിയാം E 1/4πε0 Q/r² നമുക്ക് കിട്ടിയായിരുന്നു. അതുപോലെ തന്നെ അതിനെ E σ/ε0 എന്നും നമുക്ക് എഴുതാം. മൂന്നാമത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സർഫസിലല്ല, ഒരു വെളിയിൽ ഒരു ഡിസ്റ്റൻസിലുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഷെല്ലിന്റെ സെന്ററിൽ നിന്നും സ്മോൾ r ഡിസ്റ്റൻസ് മാറിയുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതേ പിക്ചറെ ഞാൻ തിരുത്തുവാണ്. നോക്കിയേ, ഫസ്റ്റ് സ്റ്റെപ്പ് അല്ല അതുപോലെ തന്നെ നോക്കിയേ, φ ഇന്റഗ്രൽ E ഡോട്ട് ds Q/ε0. ഒരു മാറ്റവും ഇല്ല. φ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്താണ് ഇന്റഗ്രൽ E ഡോട്ട് ds എന്നാണ് നമ്മൾ φ ഡിഫൈൻ ചെയ്യുന്നത്. φ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫ്ലക്സിനെ നമ്മൾ ഇന്റഗ്രൽ E ഡോട്ട് ds എന്നാണ്, E ഡോട്ട് d എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഗോസ് തിയറം ഡിമാൻഡ് ചെയ്യുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു Q/ε0 എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എവിടത്തെയാണ്, സെൻട്രലിൽ നിന്നും ക്യാപിറ്റൽ R ഡിസ്റ്റൻസ് മാറിയുള്ളതാണ്, സർഫസിലെ ആയി പോവും. ക്യാപിറ്റൽ R മാറിയുള്ളതല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, സെൻട്രലിൽ നിന്നും സ്മോൾ r ഡിസ്റ്റൻസ് മാറി വെളിയിൽ എക്സ്റ്റേണൽ റീജിയനിലുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ സ്റ്റെപ്പിലോട്ട് വന്നപ്പോൾ വളരെ മൈന്യൂട്ട് ആയിട്ട് അവിടെ ചേഞ്ച് വരുത്തിയത് കണ്ടോ, ഈ ഇതേ അവിടെ തന്നെ കിടപ്പുണ്ട്. E ഇൻറ്റു ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ കണ്ടോ 4π സ്മോൾ r² ആണ് ഞാൻ ഇട്ട് കൊടുത്തത്. എന്തുകൊണ്ടാണ് സ്മോൾ r² ഇട്ട് കൊടുത്തത്, എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഇവിടുന്ന് സ്മോൾ r ഡിസ്റ്റൻസ് മാറി ഒരു പോയിന്റിലെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, ആ പോയിന്റ് ഉൾപ്പെടുന്ന രീതിയിൽ ഒരു ഗോസിയൻ സർഫസ് വരയ്ക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ഗോസിയൻ സർഫസ് ഇവിടെ വരയ്ക്കണം. ഈ പോയിന്റ് ഉൾപ്പെടുന്ന രീതിയിൽ ഒരു ഗോസിയൻ സർഫസ് വരച്ചിട്ട് അതിലേ പോകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് E ഇൻറ്റു 4π സ്മോൾ r² കൊടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു Q/ε0 എന്ന് വരും. അങ്ങനെയാണ് നമുക്കറിയാം E is equal to 4πr² ഇങ്ങോട്ടേക്ക് ഡിനോമിനേറ്ററിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ E is equal to Q divided by 4π സ്മോൾ r² എന്നായിരിക്കും നമ്മുടെ ഇക്വേഷനകത്ത് വരുന്നത്. ഇത് മൊത്തം ഈ 4πr² താഴോട്ട് ഡിനോമിനേറ്ററിലോട്ട് വിട്ട് കഴിഞ്ഞാൽ 4πε0 സ്മോൾ r² എന്നായിരിക്കും വരിക. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് 3 പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. ഏതൊക്കെയായിരുന്നു, ഇൻസൈഡിലെ ആണെങ്കിൽ 0, സർഫസിലെ ആണെങ്കിൽ 1/4πε0 Q/R², കാരണം സർഫസ് വരെയുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ R ആണ്. അതുപോലെ ഇതിന്റെ വെളിയിലുള്ളത്, വെളിയിൽ ഒരു എക്സ്റ്റേണൽ പോയിന്റിലുള്ളത്, ഇതിന്റെ ഏറ്റവും ഔട്ടർ റീജിയനിലുള്ളതാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ അത് സെൻട്രലിൽ നിന്നും സ്മോൾ r ഡിസ്റ്റൻസ് മാറി ആയതുകൊണ്ട് 1/4πε0 Q/സ്മോൾ r² ഡിസ്റ്റൻസ് ആയിരിക്കും നമുക്ക് വേണ്ടത്. ക്ലിയർ ആണല്ലോ. സോ നിങ്ങൾക്ക് ഈ ഫിഗറിലോട്ട് നോക്കിയാൽ അറിയാം, നമുക്കിപ്പോ കൃത്യമായിട്ട് അറിയാം ഒരു ഷെല്ലിന്റെ ഇൻസൈഡ് റീജിയനിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയായിരിക്കും, 0 ആയിരിക്കും. കൃത്യമായിട്ട് അറിയാം, നമ്മൾ ഇപ്പോഴും പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഇന്റേണൽ പോയിന്റിലെ കമ്പ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് 0 ആണ് നമ്മൾ പറഞ്ഞത്. സോ ഇന്റേണൽ പോയിന്റിൽ 0 ആയിരിക്കും. സർഫസിൽ വരുമ്പം അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആയിരിക്കും. അതാണ് എഴുതി വെച്ചിരിക്കുന്നത് 1/4πε0 Q/R² ആയിരിക്കും ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. അതിനുശേഷം നമ്മൾ ഇതിന്റെ മുമ്പോട്ട് നിങ്ങൾ പോകും തോറും നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാ മാറുന്നത്, 1/4πε0 Q/സ്മോൾ r² എന്ന് മാറും. സ്മോൾ r എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് പോയിന്റ് ആണ് എടുക്കുന്നത് ആ ഡിസ്റ്റൻസ് ആണ് സ്മോൾ r എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ അറിയാം ഒരു ഷെല്ലിന്റെ മാക്സിമം ഇലക്ട്രിക് ഫീൽഡ് കിട്ടുന്ന എവിടെയായിരിക്കും, അതിന്റെ സർഫസിലായിരിക്കും കിട്ടുന്നത്. ഇൻസൈഡിൽ എത്രയാ, ഇൻസൈഡ് 0 ആ.
ഇൻസൈഡിൽ എല്ലായിടത്തും എടുത്താൽ എത്ര? ഇൻസൈഡിൽ എവിടെ എടുത്താലും സീറോയാ. എന്തുകൊണ്ടാണ് ഇൻസൈഡ് സീറോ ആകാൻ കാരണം? ഗോസ് ലോ നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു ചാർജഡ് കണ്ടക്ടറിന്റെ എവിടെ മാത്രമേ ഇലക്ട്രിക് ചാർജ് ഇരിക്കത്തുള്ളൂ? സർഫസിൽ മാത്രമേ ഇലക്ട്രിക് ചാർജ് ഇരിക്കത്തുള്ളൂ. ഇൻസൈഡിലോട്ട് ഇലക്ട്രിക് ചാർജ് വരുമോ? ഇൻസൈഡിൽ ഇലക്ട്രിക് ചാർജ് വരത്തില്ല. ഇൻസൈഡിൽ ഇലക്ട്രിക് ചാർജ് വരാത്തത് കൊണ്ട് ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡും വരത്തില്ല. സോ ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയിരിക്കും. സർഫസിൽ എത്രയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ്? സർഫസ് എന്ന് പറഞ്ഞാൽ എവിടം വരെ എത്ര ഡിസ്റ്റൻസ് എത്രയാ? സെൻട്രൽ നിന്നും ക്യാപിറ്റൽ ആർ ഡിസ്റ്റൻസ് മാറിയ. അങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ 1/4πε0 Q/R². ഏതാ? നമ്മുടെ കൂളംസ് ലോ പറയുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഗോസ് തിയറം ചെയ്തപ്പോഴും കിട്ടിയ സെയിം ആൻസർ തന്നെ കിട്ടിയത്. ശരിയാണല്ലോ. സോ അവിടെ നിങ്ങൾക്ക് 1/4πε0 Q/R² കിട്ടും. പിന്നെ നിങ്ങൾക്ക് അറിയാം, ഇതിങ്ങനെ നമ്മൾ ഡിസ്റ്റൻസ് അങ്ങോട്ട് മാറുന്നതിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇങ്ങോട്ട് മാറുന്ന ഡിസ്റ്റൻസിന് നമ്മളിവിടെ ക്യാപിറ്റൽ ആർ അല്ല വരുന്നത്. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്മുടെ ഷെല്ലിന്റെ റേഡിയസ് ആണ്. പുറത്തോട്ട് മാറുന്നതോറും നമ്മൾ ആ ഡിസ്റ്റൻസിനെ സ്മോൾ ആർ എന്നാണ് വിളിക്കുന്നത്. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 1/4πε0 r². ആ ഫിഗർ ആണ് ഞാൻ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഇന്റേണൽ റീജിയൻ വരുന്ന എല്ലായിടത്തും ഇലക്ട്രിക് ഫീൽഡ് സീറോ. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഇതിന്റെ ഇവിടെ എല്ലാ ഇലക്ട്രിക് ഫീൽഡ് സീറോ. ഈ ഗ്രാഫിന്റെ y ആക്സിസ് ആണ് ഇലക്ട്രിക് ഫീൽഡ്. സോ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ്. പെട്ടെന്ന് ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആയതുകൊണ്ട് എവിടെ എത്തിയപ്പോഴാ? ഇതിന്റെ സർഫസിൽ എത്തിയപ്പോൾ പെട്ടെന്ന് ഇലക്ട്രിക് ഫീൽഡ് മാക്സിമം ആയി. പിന്നെ ഇങ്ങോട്ട് പോകും തോറും 1/r² ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഗ്രാഫ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു ക്യാവിറ്റിക്ക് ഉള്ളില് ചാർജ്ഡ് മെറ്റാലിക് കണ്ടക്ടറിന്റെ ഉള്ളില് ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഞാൻ സീറോയിൽ വരച്ചിരിക്കുന്നത്, ഈ എക്സ് ആക്സിസിനോട് ചേർന്ന് വരച്ചിരിക്കുന്നത്. y ആക്സിൽ ഒട്ടും വാല്യൂ ഇല്ല. പെട്ടെന്ന് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ വരുമ്പോൾ കണ്ടോ, പെട്ടെന്ന് മാക്സിമം ആവും. ആ പോയിന്റ് എവിടെയാന്ന് നോക്കി, ഇതിന്റെ സർഫസ് ആണ്. രണ്ട് സൈഡിലും സർഫസ് വരുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പെട്ടെന്ന് മാക്സിമം ആവും. അതിനുശേഷം നമുക്കറിയാം, ഇത് മുമ്പോട്ട് പോകും തോറും 1/r² ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. 1/r² കുറയുന്ന ഗ്രാഫാണ് ഞാൻ ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുമ്പം നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? നമ്മൾ ഗോസസ് തിയറം പഠിച്ചു. ഗോസസ് തിയറം ആദ്യമേ നമ്മൾ പ്രൂവ് ചെയ്തു. ഗോസ് തിയറം പറയുന്നത് എന്തായിരുന്നു? ഒരു ചാർജ് ഒരു സ്ഥലത്ത് ഇരിപ്പുണ്ടെങ്കിൽ അതിനെ എൻക്ലോസ് ചെയ്ത ഒരു ഗോസിയൻ സർഫസ് ഉണ്ടെങ്കിൽ ആ ഗോസിയൻ സർഫസിൽ കൂടെ വെളിയിലേക്ക് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈന്റെ എണ്ണം, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് Q/ε0 ആയിരിക്കും. Q എന്ന് പറയുന്നത് ഈ ക്യാവിറ്റിയെ എൻക്ലോസ് ചെയ്യുന്ന എത്ര ചാർജ് ആണോ അത്. ക്ലിയർ ആണല്ലോ. സോ ഇലക്ട്രിക് ഫ്ലക്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ക്യാവിറ്റിക്ക് ഉള്ളിലുള്ള ചാർജുകൾ മാത്രമായിരിക്കും. ക്യാവിറ്റി ഞാൻ ഉദ്ദേശിക്കുന്നത് ഗോസിയൻ സർഫസിനെയാണ്. ഗോസിയൻ സർഫസിന് ഉള്ളിലുള്ള ചാർജുകൾ മാത്രമായിരിക്കും, വെളിയിലുള്ള ചാർജുകളല്ല. ഇത് ഗോസ് ലോ പഠിച്ചു. അതിനുശേഷം ഗോസ് ലോ വെച്ചിട്ട് നമ്മൾ കൂളോംസ് ലോ കറക്റ്റ് ആണെന്ന് നമ്മളൊന്ന് പ്രൂവ് ചെയ്തായിരുന്നു. ശരിയാണല്ലോ. ഗോസ് ലോ പ്രൂവ് ചെയ്തു. അതുപോലെ തന്നെ അതും കൂളോംസ് ലോയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ പ്രൂവ് ചെയ്തു. അതിനുശേഷം ഗോസ് ലോ വെച്ചിട്ട് നമ്മൾ 4 ആപ്ലിക്കേഷൻസ് ചെയ്തു. 4 ആപ്ലിക്കേഷൻ ചെയ്തതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കണം. എന്തോരം ചാർജ് ഉണ്ടെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ചാർജുകളുടെ എല്ലാം കോൺട്രിബ്യൂഷൻസ് ഇലക്ട്രിക് ഫീൽഡിൽ നമുക്ക് കാണിക്കാൻ പറ്റും. വെറും 3 സ്റ്റെപ്പിൽ നമുക്ക് ഗോസ് ലോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ. ഒന്നാമത്തെ നമ്മൾ ലൈൻ ചാർജിന്റെ കണ്ടുപിടിച്ചു. അത് നിങ്ങൾക്ക് കിട്ടിയത് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു λ/2πε0r എന്നാണ്. രണ്ടാമത് ഷീറ്റിന്റെ കണ്ടുപിടിച്ചു, ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ്. അത് നിങ്ങൾക്ക് σ/2ε0 എന്ന് കിട്ടി. മൂന്നാമത് നമ്മളൊരു സ്പെറിക്കൽ കണ്ടക്ടറിന്റെ കാര്യം പറഞ്ഞാൽ അതിന്റെ ഇൻസൈഡില് ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണെന്നുള്ള ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു. നാലാമത് നമ്മളൊരു സ്പെറിക്കൽ യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെൽ എടുക്കുവാണെങ്കിൽ അതിന്റെ 3 റീജിയൻ ഉണ്ട്. ഇൻസൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് സീറോ, അതിന്റെ സർഫസ് വന്നു കഴിയുമ്പോഴത്തേനും സർഫസിൽ ഇലക്ട്രിക് ഫീൽഡ് 1/4πε0 Q/R². ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയസ് ആണ്. സോ സർഫസ് എന്ന് പറഞ്ഞാൽ അതിന്റെ റേഡിയസിന്റെ അത്ര ഡിസ്റ്റൻസേ ഉള്ളൂ. സോ 1/4πε0 Q/R². ഇനി ഇതിന്റെ വെളിയിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ 1/4πε0 Q/r² എന്ന് കിട്ടി. സോ ഒരു യൂണിഫോംലി ചാർജ്ഡ് സ്പെറിക്കൽ ഷെല്ലിന്റെ എവിടെയായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഏറ്റവും മാക്സിമം വരുന്നത്? അതിന്റെ സർഫസിലായിരിക്കും മാക്സിമം വരുന്നത്. ഇൻസൈഡിൽ സീറോ ആയിരിക്കും. സർഫസിൽ നിന്ന് അങ്ങോട്ട് പോകും തോറും 1/r² കുറയും. അപ്പൊ ഞാൻ എന്റെ ആപ്ലിക്കേഷൻ ഒരിക്കൽ കൂടി ആലോചിക്കുക. നമുക്ക് ഇൻഡിവിജ്വലി ഒരു 1, 2, 3 ചാർജുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെച്ചിട്ട് നമുക്ക് അതിന്റെ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കായിരുന്നു. പക്ഷെ ഒത്തിരി ചാർജുകൾ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഗോസ് തിയറം യൂസ് ചെയ്തിട്ട് പറ്റി. സോ ഞാൻ ഇവിടെ നമ്മുടെ എൻറ്റയർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ നിങ്ങൾ പഠിച്ച 3 ടോപ്പിക്കിനകത്ത് ഒന്നാമത്തെ കാര്യം കൂളംസ് ലോ ആയിരുന്നു നമ്മൾ പഠിച്ചത്. കൂളംസ് ലോ ആയിരുന്നു. രണ്ടാമത്തെ കാര്യം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചത്. മൂന്നാമത്തെ ടോപ്പിക്ക് ഗോസ് തിയറവും അതിന്റെ ആപ്ലിക്കേഷൻസും ആയിരുന്നു. നിങ്ങൾക്ക് ടോപ്പിക്കുകളൊക്കെ മനസ്സിലായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പ്രീവിയസ് ഡൗട്ട് ഉണ്ടെങ്കിൽ പഴയ വീഡിയോ എടുത്ത് കാണുക. അതുപോലെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ NCERT ബുക്ക് വളരെ വൃത്തിയായിട്ട് വായിക്കുക. സോ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.